നമുക്കിവിടെ കാണിക്കാനുള്ളത് ഒരു ജോമെട്രിക് കോംപ്ലക്സിലെ ആർ സ്കെലിട്ടണ് ജോമെട്രിക് കോംപ്ലക്സ് എന്നാണ്. എന്താ ജോമെട്രിക് കോംപ്ലക്സ്? നമുക്കറിയാം, നമ്മൾ കുറച്ച് സിംപ്ലക്സുകൾ എടുക്കുക, ആ സിംപ്ലക്സുകൾ തമ്മിൽ പ്രോപ്പർലി ജോയിൻഡ് ആവുക അല്ലേ. പ്രോപ്പർലി ജോയിൻ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയി കിടക്കുകയാണെങ്കിലും പ്രശ്നമില്ല, അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കാം? അതിനെ നമുക്ക് ജോമെട്രിക് കോംപ്ലക്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തല്ല, ജോമെട്രിക് കോംപ്ലക്സ് അല്ല. ഓക്കെ, അപ്പോൾ ഓവർലാപ്പ് ചെയ്യാതെ രണ്ട് സിംപ്ലക്സുകൾ കിടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ രണ്ട് സിംപ്ലക്സുകൾ, അങ്ങനെ ഒരുപാട് സിംപ്ലക്സുകളെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജോമെട്രിക് കോംപ്ലക്സ് എന്ന് വിളിക്കുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആർ സ്കെലിട്ടൺ എടുക്കുക. ആർ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരുന്നു, നമ്മൾ ഏത് ഗ്രാഫും എടുത്തോട്ടെ, അപ്പോൾ ഏത് ഗ്രാഫും നമുക്കെടുക്കാം. അതിൽ ആർ സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൺ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ അതിൽ വൺ സിംപ്ലക്സുകളും 0 സിംപ്ലക്സുകളും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ ഈ ലൈനുകൾ ഉണ്ടാവും, വൺ സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ലൈനുകൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഈ വേർട്ടക്സുകൾ ഉണ്ടാവും, ബാക്കിയൊന്നും ഉണ്ടാവില്ല, ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻസുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്നാൽ ടു സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ 2 സിംപ്ലക്സ് ഉണ്ടാവും, വൺ സിംപ്ലക്സ് ഉണ്ടാവും, 0 സിംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ട്രയാങ്കിളുകൾ ഉണ്ടാവും, ഈ ലൈനുകൾ ഉണ്ടാവും, ഈ ലൈനുകൾ ഇവിടെയുള്ള ഈ ലൈനുകളിലെ വൺ സിംപ്ലക്സ് എന്ന് പറയുന്ന ഈ ലൈനുകൾ ഉണ്ടാവും, ഈ ലൈനുകൾ ഉണ്ടാവും. പിന്നെ 0 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ആർ സ്കെലിട്ടൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അല്ലേ. അങ്ങനെയുള്ള നമ്മൾ സ്കെലിട്ടൺസ് എടുത്തു. ഈ സ്കെലിട്ടൺസിനെ നോക്കിയേ, ഈ ആർ സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ ഇവർ സിംപ്ലക്സുകൾ തന്നെയാണല്ലോ, സിംപ്ലക്സുകൾ തന്നെയാണ്. ആർ സ്കെലിട്ടണിലുള്ളതും സിംപ്ലക്സ് തന്നെയാണ്. അത് പ്രോപ്പർലി ജോയിൻ്റ് അല്ലേ. പ്രോപ്പർലി ജോയിൻ്റ് എന്ന് പറയുമ്പോൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യാതെയല്ലേ എല്ലാ സിംപ്ലക്സും എടുക്കുന്നത്, അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ എടുക്കുന്നതിലെ ഓരോ സിംപ്ലക്സിലെ ഫേസസും നമ്മൾ ഈ ആർ സ്കെലിട്ടണിലെ ഫേസസും അല്ലേ. കാരണം എന്താ, നമ്മുടെ ജോമെട്രിക് കോംപ്ലക്സ് ആണെങ്കിൽ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, നമ്മൾ എടുക്കുന്ന സിംപ്ലക്സുകളെ ഫേസസ് നമ്മുടെ ജോമെട്രിക് കോംപ്ലക്സിൻ്റെയും ഫേസസ് ആയിരിക്കണം. ഇപ്പോൾ ഇതൊരു ട്രയാങ്കിളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫേസസുകൾ ഏതൊക്കെ വരും? ഇതിൽ 7 ഫേസസുകൾ ഉണ്ടാവില്ലേ. ഏതൊക്കെയാണ്? ഈ 3 പോയിൻറ്റുകൾ ഒരു ഫേസായിട്ട് വരും. പിന്നെ ഈ 3 ലൈന് 3 ഫേസുകളായിട്ട് വരും. അപ്പോൾ 3 3 6 പിന്നെ ഈ ട്രയാങ്കിൾ ഒരു ഫേസായിട്ട് വരും. അപ്പോൾ 7 ഫേസസ് ഉണ്ട്. ഈ 7 ഫേസസും ഈ ഗ്രാഫിൻ്റെയും ഫേസ് തന്നെയല്ലേ. ഈ ഗ്രാഫിലും ഈ 7 ഫേസസ് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ നമ്മുടെ ഈ ഒരു ജോമെട്രിക് കോംപ്ലക്സുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ആർ സ്കെലിട്ടൺ നമ്മളെടുത്തു. ഈ ആർ സ്കെലിട്ടണിലുള്ള ഫേസസ് നമ്മുടെ ജോമെട്രിക് കോംപ്ലക്സിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഫേസസ് എവിടെയുണ്ട്? ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ആർ സ്കെലിട്ടൺ എന്താണ്? ജോമെട്രിക് കോംപ്ലക്സ് ആണെന്ന് പറയാൻ പറ്റും.